നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദി ഹൃദയഭൂമിയിലെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഉജ്ജ്വല വിജയം, മോദി കൈവരിച്ച നേട്ടം, രാഹുൽ ഗാന്ധിയുടെ പതനം, ഇത് പ്രതിപക്ഷ നേതാക്കളിലൊക്കെ തന്നെ രൂഢമൂലമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാകാം പ്രതിപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജുൻ ഖാർഗെയെ അരവിന്ദ് കേജ്രിവാളും മമതാ ബാനർജിയും നിർദ്ദേശിച്ചത്. അതേസമയം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായോ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനായോ നിതീഷ് കുമാറിനെ തീരുമാനിക്കണമെന്നാണ് വാശി പിടിച്ച് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും. എന്തായാലും ഡൽഹിയിൽ നടന്ന 4ാമത് ഇന്ത്യ മുന്നണി യോഗം തമ്മിൽ തല്ലിൻ്റെ വേദിയായി മാറി. കൊട്ടിഘോഷിക്കപ്പെട്ട ഇന്ത്യ മുന്നണി വെറും കടലാസ് പുലിയാണെന്ന് ജനങ്ങൾ ബോധ്യമാക്കി കൊടുക്കുന്നതായിരുന്നു ഈ യോഗം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിലുള്ള ആശയക്കുഴപ്പം തീർക്കാതെ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനാവില്ല. മമതയും കേജ്രിവാളും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിൽ താൽപ്പര്യമില്ലാത്തവരാണ്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ മതിയെന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ കടയ്ക്കൽ കത്തിവെക്കലാണ്. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്ന് ഈ പ്രധാനമന്ത്രി പദത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരിക്കൽ നരസിംഹറാവുവിലേക്ക് വന്നതുപോലെ മല്ലികാർജുൻ ഖാർഗെയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മമതയും ഉദ്ദേശിച്ചത്. കുടുംബവാഴ്ച പ്രകാരം അടുത്ത പ്രധാനമന്ത്രിയാകേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയാണല്ലോ. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിലെ 3 സംസ്ഥാനങ്ങളായ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ വമ്പൻ പരാജയം പല പ്രതിപക്ഷ പാർട്ടി നേതാക്കളിലും രാഹുൽ ഗാന്ധിയോടുള്ള താൽപ്പര്യം കുറഞ്ഞിരിക്കുകയാണ്. യാതൊരു വ്യക്തിപ്രഭാവവുമില്ലാത്ത രാഹുൽ ഗാന്ധിയുമായി മുന്നോട്ട് പോയാൽ അത് 2024 പൊതു തെരഞ്ഞെടുപ്പിനെ മറ്റൊരു ദുരന്തം കൂടിയാക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഭയപ്പെടുന്നുണ്ട്. എന്തായാലും മമതയുടെയും കേജ്രിവാളിൻ്റെയും നിർദ്ദേശം മകൻ പ്രധാനമന്ത്രിയാകുന്നതും സ്വപ്നം കണ്ട് ജീവിക്കുന്ന സോണിയാഗാന്ധിയുടെ മനസ്സമാധാനം തകർത്തിരിക്കുകയാണ്. ബീഹാറിൽ നിന്ന് വന്ന ലാലുവിനെയും നിതീഷ് കുമാറിനെയും സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മുഖവും ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷ പദവിയും നിതീഷ് കുമാറിന് നൽകണമെന്നതാണ് ആവശ്യം. അത് നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇരുവരും ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷം പതിവായി നടക്കുന്ന വാർത്താ സമ്മേളനത്തിന് കാത്തു നിൽക്കാതെ സ്ഥലം വിട്ടു. ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതോടെ മകൻ തേജസ്വി യാദവിനെ ബീഹാർ മുഖ്യമന്ത്രിയായി വാഴിക്കാം. ഒരിക്കലത് നടന്നാൽ പിന്നെ നിതീഷ് കുമാറിന് അച്ഛനും മകനും ആ മുഖ്യമന്ത്രി കസേര വിട്ടുകൊടുക്കില്ലെന്നുറപ്പ്. നിതീഷ് കുമാർ ആകട്ടെ BJPയെ വിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെ കൂടെ ചേർന്നത് മുതൽ അസ്വസ്ഥനാണ്. തന്നെ അച്ഛനും മകനും ചേർന്ന് അധികാരത്തിൽ നിന്നും മെല്ലെ മെല്ലെ തള്ളിമാറ്റുകയാണ് നിതീഷ് കുമാറിന് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായി. പണമില്ലായ്മയും ഇന്ത്യ മുന്നണിയെ വലയ്ക്കുന്നതായി പറയുന്നു. അതിനുദാഹരണമാണ് JDU MP സുനിൽകുമാർ പിന്റു കോൺഗ്രസിനെയും അതിൻ്റെ ഫണ്ടില്ലായ്മയും വിമർശിച്ച് നടത്തിയ പ്രസ്താവന. യോഗത്തിൽ ചായയും ബിസ്ക്കറ്റും മാത്രമേ ഉള്ളൂവെന്നും സമോസയെ ഒഴിവാക്കിയെന്നും അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു. മാത്രമല്ല യോഗത്തിൽ ഗൗരവപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്തില്ലെന്നും വിമർശിക്കുന്നു. പിന്റു ആകട്ടെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ BJP വിജയത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രി മോദിയെ പുകഴ്ത്തുകയും ചെയ്തു. നിതീഷ് കുമാറിനും ലാലു പ്രസാദ് യാദവിനും കടുത്ത ദേഷ്യം തോന്നിയത് ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആദ്യം നിർദ്ദേശിച്ച മമതാ ബാനർജിയോടാണ്. നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കാത്തതിലാണ് അവർക്ക് നീരസം.